ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ടിക്സിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കോൺസ്റ്റബിൾ GD എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട ആളുകളുടെ ഫിസിക്കൽ ടെസ്റ്റ് PSTയും PETയും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺഫർം ഞാൻ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഓരോ അഡ്മിറ്റ് കാർഡും ഈ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നലെ എനിക്ക് കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്നലെ അപ്ഡേറ്റ് ചെയ്യായിരുന്നത്. ഇന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് എറർ കാണിച്ചു, എന്നാലും ഞാൻ മൊബൈലിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ പിന്നെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു വിവരം അറിയിക്കുകയാണ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFൻ്റെ വെബ്സൈറ്റിലാണ് കോൺസ്റ്റബിൾ GD ഈ ഒരു PST PETയുടെ അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ SSCൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ GDconst.CRPFexam.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. അതിൽ കാൻഡിഡേറ്റ്സ് ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഇവിടെ റോൾ നമ്പറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് 92 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പർ കൊടുക്കുക. അധികം ആളുകൾക്ക് 92 എന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് റോൾ നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗ്യാപ്പൊന്നും ഇടാതെ ഇപ്പോൾ 12/10/99 ആണെങ്കിൽ 1999 ആണെങ്കിൽ സ്ലാഷ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാവുന്നതാണ്. പിന്നെ എൻ്റർ ക്യാപ്ചയുടെ കൊടുക്കുന്ന ആ നമ്പർ 7814 ആണെങ്കിൽ 14, ഇവിടെ 7814 കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വരുന്ന വേറെ നമ്പർ ആയിരിക്കും, ആ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് നിങ്ങൾക്ക് ചിലപ്പോൾ എറർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ മൊബൈലിൽ ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് കമ്പ്യൂട്ടറിൽ ഒരുപാട് തവണ അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല, എന്നാൽ ഞാൻ മൊബൈലിൽ 1-2 തവണ അടിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ID പ്രൂഫ്, ഡ്രൈവിംഗ് ലൈസൻസ് ഓർ വോട്ടർ ID, അല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജ് ഐഡൻറ്റിറ്റി കാർഡ്, ഇൻകം ടാക്സ്, പാൻ കാർഡ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ പതിച്ച ഏതെങ്കിലും ID പ്രൂഫ് ഉണ്ടായിരുന്നാൽ മതി. ഇത് കൊണ്ടാകാത്തവർക്ക് തീർച്ചയായും ഈ ഒരു ഫിസിക്കലിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. നമുക്ക് ഫിസിക്കലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. 2 ടെസ്റ്റാണല്ലേ, PST ഉണ്ട്, PET ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് 170 സെൻറ്റിമീറ്റർ, മെയിലിനാണെങ്കിൽ SC ST OBC ജനറൽ SC ആൻഡ് OBC കാൻഡിഡേറ്റ്സിന്, ജനറൽ SC ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിലാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. പിന്നെ വരുന്നത് ഇതിൽ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് PET ആയിരിക്കും, PET ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം മെഡിക്കൽ എക്സാം ആയിരിക്കും. മെഡിക്കൽ എക്സാം ഇപ്പോഴല്ല, ഇതിന് ശേഷം ലിസ്റ്റ് വരികയായിരിക്കും. എന്നിട്ടായിരിക്കും മെഡിക്കൽ എക്സാം. അതിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതുപോലെ മെഡിക്കൽ എക്സാമൊക്കെ ഒരുമിച്ചായിരിക്കും വരിക. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET 5 കിലോമീറ്റർ ഇൻ 24 മിനിറ്റ്സ് ആണ്. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലാണ്. നമുക്ക് ഈ അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുള്ള കാര്യമാണ്. 5 കിലോമീറ്റർ ഇൻ 24 മിനിറ്റ്സ്, 1.6 കിലോമീറ്റർ. ഇത് മെയിൽ കാൻഡിഡേറ്റ്സാണ്. 5 കിലോമീറ്റർ 24 മിനിറ്റിൽ 5 കിലോമീറ്റർ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന ഒരു ജോബ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ PSC പോലൊന്നല്ല, പെട്ടെന്ന് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. ഏകദേശം 54,000 സംതിങ് അധികം വേക്കൻസികളുണ്ട്. നോക്കാം. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ട് 1.6 കിലോമീറ്റർ കിട്ടിയാൽ മതി. പിന്നെ ലഡാക്ക് റീജിയൻ ആണെങ്കിൽ ഇവിടെ ലഡാക്ക് റീജിയൻ ആരും ഉണ്ടാവില്ല, എന്നാലും 1 മൈൽ ഇൻ 6.5 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ ഇൻ 4 മിനിറ്റ് കൊണ്ടും അവർക്ക് എത്തിയാൽ മതി. അപ്പോൾ കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആ ഒരു ലിങ്ക് പോയി കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഇതിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു PET അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റെവിടെ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.